20 മിനിറ്റ് കൊണ്ട് ഒരു അടിപൊളി നല്ല സ്പോഞ്ചി കേക്ക്. മൈക്രോവേവ് ഓവൻ വേണ്ട, എയർ ഫ്രയറിന്റെയും ആവശ്യമില്ല. ഒരൊറ്റ പാന് കൊണ്ട് നമുക്ക് അടിപൊളി നല്ല സ്പോഞ്ചി കേക്ക് എങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കിയാലോ. നല്ല ടേസ്റ്റുമാണത്. നമ്മൾ പാനിലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ മൈക്രോവേവിന്റെ ആവശ്യവുമില്ല, എയർ ഫ്രയറിന്റെയും ആവശ്യമില്ല. ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഈ നല്ല സോഫ്റ്റ് കേക്ക് ഉണ്ടാക്കാൻ പറ്റും. 20 മിനിറ്റിന്റെ ആവശ്യമുള്ളൂ. അതിനാവശ്യമായിട്ട് 3 മുട്ടയാണ് പാനിലിട്ടേക്കുന്നത്. പിന്നെ ഞാൻ 1/2 കപ്പ് പഞ്ചസാരപ്പൊടിയാണ് ഇട്ടേക്കുന്നത്. അത് കഴിഞ്ഞാൽ 1/2 കപ്പ് പാൽ ഒഴിക്കുന്നുണ്ട്. അപ്പൊ പാൻ നമ്മൾ ഓൺ ചെയ്തിട്ടില്ല, എല്ലാ ഇൻഗ്രീഡിയൻസും ആദ്യം അതിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. പിന്നെ 1/4 കപ്പ് ഓയിലാണ്. ഇപ്പൊ ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടറും യൂസ് ചെയ്യാം. ബട്ടറും 1/4 കപ്പ് ബട്ടർ യൂസ് ചെയ്യാം ഓയിലിന് പകരം. പിന്നെ 1/4 കപ്പ് മൈദയാണ് ഇടുന്നത്. അപ്പൊ മൈദ വേണ്ട, ആട്ട യൂസ് ചെയ്യണവർക്ക് ആട്ടയും യൂസ് ചെയ്തിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കാം. അപ്പൊ 1/4 കപ്പ് ആട്ട എടുത്താൽ മതി മൈദയ്ക്ക് പകരം. പിന്നെ 1/4 കപ്പ് കൊക്കോ പൗഡർ ആണ് ഇട്ടത്. പിന്നെ ഒരു പിഞ്ച് സോൾട്ട്. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും. ഇതെല്ലാം പാനിലിട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു കട്ടയും ഒന്നും ഉണ്ടാവാൻ പാടില്ല. എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സ് ആവുകയും വേണം. ഒരു പാനിൽ തന്നെയാണ് നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ടിട്ട് ഉണ്ടാക്കുന്നത് കേക്ക്. ഏകദേശമായിട്ടുണ്ട്. കട്ടയൊക്കെ കുറെയൊക്കെ പോയി. അപ്പൊ അതായി. അപ്പൊ നമുക്ക് ഇനി ടാപ്പ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പാൻ അടച്ചു വെക്കുക. പിന്നെ ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ്സ് കുക്ക് ചെയ്യാൻ കൊടുക്കുക. 20 മിനിറ്റ്സ് കഴിഞ്ഞു. അപ്പൊ നമുക്ക് കേക്ക് ചെക്ക് ചെയ്ത് നോക്കാം നന്നായിട്ട് കുക്കായിട്ടുണ്ടോന്ന്. ഇതാ ഒന്നും വന്നിട്ടില്ല. അപ്പൊ നല്ല പെർഫെക്റ്റ് കേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്ക് ഈ കേക്കിനെ. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ചോക്ലേറ്റ് ഇരിക്കണ്ടായിരുന്നു. അപ്പൊ ഞാനത് ജസ്റ്റ് മെൽറ്റ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ ഞാൻ കോട്ട് ചെയ്യാണ് ചെയ്തത്. നല്ല സോഫ്റ്റ് ആയിട്ടും സ്പോഞ്ചി കേക്ക് വെറും 20 മിനിറ്റിൽ നമുക്ക് മൈക്രോവേവ് ഓവൻ ഇല്ലാണ്ടും എയർ ഫ്രയർ ഒന്നും ഇല്ലാണ്ട് പാനിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇതിലേക്ക് കുറച്ച് ഞാൻ ചോക്കോ ചിപ്സും ആഡ് ചെയ്തു. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.